ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ദി വോഗ ബൈ ജെൻറിയ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ഗേൾസ് ഡേ ഔട്ടാണ്. ഞങ്ങൾ കസിൻസ് മൂന്നുപേരും കൂടെ പുറത്തു പോകാൻ നേരത്തുണ്ടായി കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്ത്രീകൾ പണ്ടേ കൃത്യനിഷ്ഠയ്ക്ക് മുൻപിലായതുകൊണ്ട് തന്നെ 6:45 ബസ്സിന് ഞങ്ങൾ ഒരുങ്ങി വന്നപ്പോഴത്തേക്ക് 6:55. പിന്നെ നേരെ ജംഗ്ഷനിൽ പോയി നിന്നു. ദൈവഭാഗ്യത്തിന് 7:00 ഒരു ബസ് ഉണ്ടായിരുന്നു, അതിൽ കയറി. ഏത് ജംഗ്ഷനിലാണ് ഞങ്ങൾ പിന്നെ ചെന്ന് നിന്നേന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. നമ്മൾ അവിടുന്ന് വേറൊരു പ്രൈവറ്റ് ബസ് കയറിയിട്ട് ഹൈക്കോർട്ടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഇറങ്ങണമെന്നൊക്കെയാണ് വിചാരിച്ചത്. ഞങ്ങൾക്ക് സ്റ്റോപ്പ് അറിയത്തില്ലായിരുന്നു, ആ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ലായിരുന്നു. ഞങ്ങളുടെ സ്റ്റോപ്പ് കഴിഞ്ഞ് വേറെ ഏതോ ജംഗ്ഷനിൽ കൊണ്ട് ആ ചേട്ടൻ നിർത്തിയിട്ട് പറഞ്ഞു മോളെ കഴിഞ്ഞ സ്റ്റോപ്പായിരുന്നു എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ മെറൈൻ ഡ്രൈവിൽ കൂടെ നടന്ന് ഞങ്ങൾ ഹൈക്കോർട്ടിൻ്റെ അവിടെ ചെന്നു. അടുത്ത കയറാൻ പോയ സാധനത്തിൻ്റെ പേരാണ് വാട്ടർ മെട്രോ. എൻ്റെ ഒരു വിചാരം അനുസരിച്ച് ഈ വാട്ടർ മെട്രോ എന്ന് പറഞ്ഞ് വെള്ളത്തിൻ്റെ അടിയിൽ ഗുഹ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തൂടെ പോകുന്നതെന്നൊക്കെ ആയിരുന്നു. എന്തായാലും എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു അതെന്ന് മനസ്സിലായി. ഞാൻ പണ്ട് ഇങ്ങനെയാണ് എയറോപ്ലെയിൻ പോകുന്നതാണെന്ന് വിചാരിച്ചത്. ആകാശത്താണ് ഈ മനുഷ്യർ താമസിക്കുന്നത്, മേഘങ്ങൾക്കിടയിൽ പോയി ലാൻഡ് ചെയ്യുമെന്നൊക്കെ. അതൊക്കെ തെറ്റായിരുന്നെന്ന് പിന്നെ മനസ്സിലായി. എനിവേ, ഈ വാട്ടർ മെട്രോ വലിയ സുഖമില്ലാത്തൊരു പരിപാടിയായിരുന്നു എനിക്ക്. കാരണം ഇതിൽ നിന്ന് പുറത്ത് നോക്കുമ്പോൾ മനുഷ്യൻ തലവേദന എടുക്കുമായിരുന്നു. അതിങ്ങനെ സ്മൂത്തായിട്ട് പോകും. എനിക്കൊന്ന് കുറച്ച് ബോട്ടയിലും കപ്പലിലും ഒക്കെ കയറി പോകണേ പിന്നെ സൗണ്ടെങ്കിലൊക്കെ കേൾക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ നേരെ ഫോർട്ട് വെച്ചിരുത്തി. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കലായിരുന്നു. ഏകദേശം ഒരു 11 മണിയൊക്കെ ആയി, ഇതുവരെ ഒന്നും കഴിച്ചില്ലായിരുന്നു. സോ നമ്മൾ ഒരു റാപ്പ് ഓർഡർ ചെയ്തു. അത് കഴിച്ച അടിപൊളി സാധനമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്തിരുന്നപ്പോൾ 12 മണി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു 12 മണിയാകുമ്പോൾ പാസ്ത ഉണ്ടാക്കും. സോ അത് കഴിക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. ആൻഡ് ഫൈനലി നമ്മുടെ പാസ്ത വന്നു. ഞാൻ വിചാരിച്ച സാധനമേ ഇല്ല ഈ പണ്ടാരം എന്ന് പറയുന്നത്. ഞാൻ ഇന്നേ വരെ പാസ്ത കഴിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ പ്രതീക്ഷകളും ധാരണയെല്ലാം കൂടെ തെറ്റിച്ച് ഈ പാസ്ത നമ്മുടെ എക്സ്പ്രഷൻ അങ്ങ് ഇല്ലാണ്ടാക്കി. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കുന്നത്തിൻ്റെ ടേസ്റ്റ് മാത്രമേ എൻ്റെ വയലുണ്ടായിരുന്നുള്ളൂ. ഈ മുട്ടയൊക്കെ അവിച്ച് പൊട്ടിച്ചിടത്തില്ലേ, ഏതാണ്ട് ആ ഒരു ടേസ്റ്റായിരുന്നു. പക്ഷേ ചേച്ചിമാർ പറഞ്ഞു ഇതിൽ നല്ല സാധനം വേറെ കിട്ടാനുണ്ടായിരുന്നു. എന്തായാലും കഴിച്ചല്ലേ പറ്റി, ഓർഡർ ചെയ്തില്ലേ, അതുകൊണ്ട് കുറച്ച് വെച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഈ നാരങ്ങ വെള്ളത്തെപ്പറ്റി എനിക്ക് 2 പറയാനുണ്ട്. കാരണം 2 10 പറയാനുണ്ട്. നമ്മളിവിടെ 20 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം വെല്ലോ കടലിൽ ചെല്ലുമ്പോൾ 80 രൂപ. നല്ല സങ്കടമുണ്ട്. 20 രൂപയ്ക്ക് ഞാൻ മേടിച്ച് കുടിക്കുന്ന വെല്ലോടത്തും ചെന്നിട്ട് 80 രൂപയ്ക്ക് മേടിച്ച് കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും കുടിച്ചല്ലേ പറ്റൂ. സോ നമ്മൾ അവിടെ നേരെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലോട്ട് വിട്ടു. ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഇത് ബ്രിട്ടീഷുകാർ പണിതതാണെന്നാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പള്ളി എന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞു തന്നത്. എനിക്കതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടി ചോദിക്കാനൊന്നും പോയില്ല. എന്തായാലും നമ്മൾ ആ പള്ളിയിലൊക്കെ കയറി. അകത്തോട്ട് വീഡിയോ എടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. സോ നമ്മൾ അവിടുന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോയി. അവിടുന്ന് തന്നെ നടന്ന് പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കണ്ട കടകളിലൊക്കെ വായി നോക്കി ഇന്ന് ദാഹിച്ചപ്പോഴത്തേക്ക് നമ്മൾ നേരെ നാരങ്ങവെള്ളം മേടിച്ച് കുടിച്ചു. കരിക്ക് മേടിച്ച് കുടിച്ചു. ആൻഡ് ഞാൻ ആ സമയത്ത് എനിക്ക് പറഞ്ഞു എനിക്ക് തണുത്തത് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ കുലുക്കി ഓർഡർ ചെയ്തു. ഞാനത് കുടിച്ചു. ആൻഡ് ആ സമയത്ത് ചേച്ചിമാർ കരിക്ക് പൊട്ടിച്ച് അതിൻ്റെ അകത്ത് സാധനങ്ങൾ വാരി കരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് കുറച്ച് ബസ്സൊക്കെ കയറിയിട്ട് നേരെ മട്ടാഞ്ചേരിക്ക് വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പാലസ് ഉണ്ട്, ഒരു അമ്പലത്തിലെ മ്യൂസിയം പോലത്തെ, അമ്പലത്തിൽ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി നടക്കണമായിരുന്നു കുറച്ച്. അപ്പം നൈസേച്ചി ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ഏതോ ഇടവഴിയിലൂടെയൊക്കെ കയറി ഞങ്ങൾ വന്ന വഴിയിൽ തന്നെ തിരിച്ചു കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കാരണം ഗൂഗിൾ മാപ്പ് നമുക്ക് യൂട്ടേൺ അടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു വിധത്തിൽ വഴിയൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ആ അമ്പലത്തിലെത്തി. ഇതാണ് ആ പാലസ്, ഇതിനകത്താണ് മ്യൂസിയം ഉള്ളത്. പിന്നെ അവിടെ കുറച്ച് നേരം കുത്തിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചത്. നമ്മൾ നല്ല ടയേർഡായി, നല്ല വെയിലായിരുന്നു, കുടയൊന്നും ഇല്ലായിരുന്നു. ആൻഡ് നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരത്തെ ഡ്രസ് കോഡ് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതേപോലെ ഇരിക്കും. എല്ലാം പല ടൈപ്പായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ജിയോ സ്ട്രീറ്റിലോട്ട് നേരെ കയറി. ഇഷ്ടം പോലെ സാധനം അവിടെ കാണാനുണ്ട്, പക്ഷെ മുടിഞ്ഞ വിലയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ജൂത തെരുവ് അല്ലെങ്കിൽ ജ്യൂ സ്ട്രീറ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വലിയ കാര്യത്തിൽ അവിടെ സിനഗോഗ് ഉള്ളത് കാണാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ജ്യൂ സ്ട്രീറ്റിലെ ഏറ്റവും പ്രായം കൂടിയ സ്ത്രീ മരിച്ചുപോയി, അതുകൊണ്ട് 2 ദിവസത്തേക്ക് അടവായിരിക്കും, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ നെൽസേച്ച് കടയിലൊക്കെ കയറിയിട്ട് കണ്ട ഡ്രസ്സിലൊക്കെ കയറി പിടിച്ചു. അപ്പോഴേ അവർ പറഞ്ഞു മോളെ 2800 രൂപയാണ്. ഞങ്ങൾ അതേപോലെ സാധനം തിരിച്ച് വെച്ചിട്ട് ഇറങ്ങിപ്പോന്നു. പിന്നെ അവിടുത്തെ ഏതോ ഒരു ഹോട്ടലാണ്, ജസ്റ്റ് കാണാൻ വേണ്ടി കയറിയതാണ്. പിന്നെ അവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഷോപ്പിംഗ് ഇഷ്ടം പോലെ സാധനമുണ്ട്, പക്ഷേ അതെല്ലാം ആൻറ്റി കളക്ഷൻ. ചിലതൊക്കെ കണ്ടിട്ട് എനിക്ക് യൂസ്ഡ് ആയതുപോലെ തോന്നി. ആൻഡ് ചേച്ചി ആ ട്രേ പോലത്തെ സാധനം എടുത്തു, കമ്മൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടാൻ. പിന്നെ ഈ കാണുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അവർ കുട്ടി കാണിച്ച് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ എനിക്ക് ഈ കുഞ്ഞു സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ മിനിയേച്ചേഴ്സിൻ്റെ എല്ലാം കുറേ വീഡിയോസ് എടുത്തായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ജ്വല്ലറി സെറ്റ്സ്, പിന്നെ മിറേഴ്സ്, ഇയറിങ്സ്, ഹെയർ ക്ലിപ്സ്, സ്പ്രേസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ മിനിയേച്ചറിൻ്റെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു. അതും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ക്ഷീണം ഒന്ന് മാറ്റാൻ വേണ്ടി ചേച്ചിക്ക് ബൂസ്റ്റ് ചെയ്യാൻ ഒരു നാരങ്ങ വെള്ളവും എനിക്കൊരു ഏത്തയ്ക്കാപ്പവും. നെൽസേച്ചി ആ സമയത്ത് വായി നോക്കിയിരുന്നു, കാരണം ചേച്ചി ഓർഡർ ചെയ്യുന്നത് നെയ് റോസ്റ്റായിരുന്നു. പിന്നെ നെൽസേച്ചി ഓർഡർ ചെയ്ത മുട്ട റോസ്റ്റ് വന്നു. അതും ഒരു ബൂസ്റ്റും ഒരു ചായയും കൂടെ കുടിച്ച് ഞങ്ങൾ സൈഡ് ആ കടയിൽ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്ത ബസ് കാത്തിരിപ്പായിരുന്നു, കാരണം ആ ബസ് വിടുന്ന ആളോ കണ്ടക്ടറോ ഡ്രൈവറോ ആരും ആ ബസ്സിൻ്റെ അകത്തില്ലായിരുന്നു. ഞങ്ങൾ 3 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ കുറേ നേരം അവിടെ കുത്തിയിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആൾക്കാരൊക്കെ കയറാൻ തുടങ്ങിയത്. ഞങ്ങൾക്ക് സംശയമായിരുന്നു ഈ ബസ് ഇപ്പോൾ വിടുമോയെന്ന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു അമ്പലത്തോട് ചെന്നു. ആ അമ്പലത്തിൻ്റെ പേരെന്തോ എന്തായാലും എനിക്കറിയത്തില്ല. നമ്മൾ അവിടെ കാത്തു നിന്നിട്ട് അടുത്ത ബസ് കയറിയിട്ട് നേരെ വീട്ടിലേക്ക് വരുവാണ്. കാരണം
ടയേർഡായി, പിന്നെ ഇനി ലേറ്റായി, ബസ് ഇത് കഴിഞ്ഞ് കാണത്തില്ല ചങ്ങനാശ്ശേരി വരെ. സോ നമ്മൾ അവിടെ നിന്ന് വേറെ ഏതോ ഒരു ബസ് സ്റ്റേഷനിലോട്ട് ചെന്നു. ഇനി അതിൻ്റെ ഇടയ്ക്ക് തന്നെ ബസ് ഇരുന്നുകൊണ്ട് അൺബോക്സിങ് വീഡിയോസൊക്കെ കുറച്ച് എടുത്തു. കാരണം ഫ്രീ ആയിട്ടിരിക്കുവാണല്ലോ, ഈ 2-2.5 മണിക്കൂർ ബസ്സേ വെറുതെ കുത്തിയിരിക്കണ്ടേ. സോ അവിടെ ഇരുന്ന് കാണിക്കാവുന്ന കോപ്പറെല്ലാം കാണിച്ചപ്പോഴത്തേക്കും ഞാൻ കുറക്കൊക്കെ വന്നു. സോ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിരുന്നു. പെട്ടെന്ന് ബ്രേക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ പള്ളിയായിരുന്നു. പിന്നെ നമ്മൾ എഴുന്നേറ്റ് ഉറങ്ങി എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മുടെ സ്ഥലം എത്തി. എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.